എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ കഴിഞ്ഞ് ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അതോ സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൗകര്യമൊരുക്കുന്ന SNM-IMT മാലിങ്കരയിൽ അഡ്മിഷൻ നേടും. SNM-IMTയുടെ പ്രത്യേകതകൾ: എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന 2 കോഴ്സുകൾ, ഉയർന്ന അക്കാഡമിക് നിലവാരം, പരിചയസമ്പന്നരായ മികച്ച അധ്യാപകർ, ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ, പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പ്ലേസ്മെന്റ് സെല്ലുകൾ, സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ, കായിക താരങ്ങളെ നാഷണൽ തലം വരെ എത്തിച്ച കായിക പരിശീലകർ, മാനുഷിക മൂല്യങ്ങളെ അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുവാൻ NSS യൂണിറ്റുകൾ, വിദ്യാഭ്യാസ രംഗത്ത് 100 വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ്, കൂടാതെ സൗജന്യ യാത്രാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കുന്നു. വിജയകരമായ ഭാവി ഉറപ്പുവരുത്തുന്നു. വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ. SNM-IMT എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ്, മാലിങ്കര. ജനകീയ കൗൺസിലർ M. ഹബീബുള്ളയ്ക്ക് നാട്ടുകാരുടെ ആദരവ്. ജനകീയ കൗൺസിലർ M. ഹബീബുള്ളയ്ക്ക് ഡിവിഷനിലെ 5 റെസിഡൻസ് അസോസിയേഷനുകൾ സംയുക്തമായി ജനകീയ ആദരവ് നൽകി. പനേപ്പള്ളി MMO ഹൈസ്കൂളിൽ വെച്ച് നടന്ന പരിപാടി മേയർ അഡ്വക്കേറ്റ് M. അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഹബീബുള്ള വളരെ സരസനാണ്. ഹബീബുള്ള പൊതുവെ ശാന്തനായിരിക്കും. ശാന്തനല്ലാതെ ഞാൻ കണ്ടിട്ടുള്ളത് പലപ്പോഴും എന്നോട് മാത്രമാണ്. അത് എന്നോട് വല്ലപ്പോഴും ഒരിക്കൽ എന്നെ വലിയ ഇഷ്ടമൊക്കെ ആണെങ്കിലും ഇതൊക്കെ അധ്യക്ഷമല്ല അറിയുന്നത് എനിക്ക് പറ്റിയ അല്ല. ഹബീബുള്ളയ്ക്ക് പറ്റിയ നേരം എന്ന് പറയുമ്പോൾ ഞാൻ ചില സമയത്ത് വല്ലാത്ത പ്രതിസന്ധിപ്പെട്ട് ഉഴലുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ കണികയൊക്കെ ഇവരുടെ മേത്തേക്ക് വീഴും. പക്ഷെ ഇവർക്ക് ആത്മാർത്ഥത കൊണ്ടുള്ളതുകൊണ്ട് ഒരിക്കലും അത് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവർ വളരെ അപൂർവം ഇവർക്ക് ചില സമയത്ത് പൊട്ടിത്തെറിക്കാൻ പറ്റുന്ന ആളായിരുന്നു. ആ പൊട്ടിത്തെറിച്ചപ്പോഴൊന്നും ഇവർ ഒരൊറ്റയാളും ഒരു പകയും കാണിക്കാതെ സ്നേഹപൂർവ്വം കക്ഷി രാഷ്ട്രീയ പരിഗണനയില്ലാതെ നിങ്ങൾക്ക് കൊച്ചിക്കാർക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, ഒരു പക്ഷപാതിത്വവും കാണിക്കാതെ കൊച്ചിയുടെ മേയർ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നതാണ് ഈ നഗരത്തിന്റെ പ്രത്യേകത എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് രാഷ്ട്രീയത്തിലൊരു പ്രശ്നമുണ്ട്. ഞാൻ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. നിങ്ങൾ എനിക്ക് സ്വാഗതം പറഞ്ഞപ്പോൾ ഒരു നനഞ്ഞ കയ്യടി, വെറും നനവല്ല, കംപ്ലീറ്റ് നനഞ്ഞ പാളിപ്പടക്കം പൊട്ടുന്ന പോലെയാണ് നിങ്ങൾ കയ്യടിച്ചത്. സാധാരണ ഒരു ചാറ്റൽ മഴയൊക്കെ പെയ്താൽ കുറച്ചെങ്കിലും ഉണ്ടാവും. അഭിപുള്ളിക്ക് നിങ്ങൾ ഭയങ്കര കയ്യടി കൊടുക്കും. സാധാരണ ഇതിൽ അവരോട് AK താജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ M. ഹബീബുള്ളയ്ക്ക് 5 റെസിഡൻസ് അസോസിയേഷനിലെ ഭാരവാഹികൾ ചേർന്ന മെമന്റോ കൈമാറി. ശാലിനി കുഞ്ഞുമോൻ ഈശ്വര പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. കൊച്ചങ്ങാടി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഷമീർ ബാബു സ്വാഗതം പറഞ്ഞു. ഫാത്തിമ ആശുപത്രി ഡയറക്ടർ ഫാദർ സിജു ജോസഫ് പാലിത്തറ മുഖ്യ പ്രഭാഷണം നടത്തി. ജനവും ജനപ്രതിനിധികളും എന്ന വിഷയത്തിൽ അദ്ദേഹം സംസാരിച്ചു. ഫോർട്ട് കൊച്ചി ആയുർവേദ ഹോസ്പിറ്റൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹിത KV, ഖാദികൻ ഇടക്കൊച്ചി സലീം കുമാർ, MMO VHSS പനേപ്പള്ളി മാനേജർ അബ്ദുൽ സിയാദ്, മൗലാന ആസാദ് ലൈബ്രറി പ്രസിഡന്റ് KM ഷെരീഫ്, കൊച്ചി പ്രസ് ക്ലബ് സെക്രട്ടറി MM സലീം, പ്രസിഡന്റ് KB സലാം, റീഡേഴ്സ് ഫോറം പ്രസിഡന്റ് ക്യാപ്റ്റൻ മോഹൻദാസ്, ഏഷ്യാനെറ്റ് പ്രതിനിധി ഡയാന സിൽവസ്റ്റർ, ആന്റിയാചാരി റോഡ് റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി അസ്ലം ഖാൻ എന്നിവർ പ്രസംഗിച്ചു. M. ഹബീബുള്ള മറുപടി പ്രസംഗം നടത്തി. എന്റെ പ്രസ്ഥാനം എനിക്ക് നൽകിയിട്ടുള്ള ചില ചുമതലകളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് എന്റെ പ്രസ്ഥാനങ്ങളോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടത്. അന്ന് എനിക്ക് വേണ്ടി 24 മണിക്കൂറും രാഷ്ട്രീയ യാത്രയുടെ പ്രസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ എനിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പിനകത്ത് എനിക്ക് വേണ്ടി വോട്ട് ചോദിച്ച് പ്രവർത്തിച്ച് നടന്ന വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ആ സുഹൃത്തുക്കൾ സദസ്സിന്റെ പുറകിൽ ഇപ്പോഴും അവരാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കാര്യത്തിൽ അന്ന് പകർന്നു നൽകിയിട്ടുള്ളത്, ഇന്ന് പകർന്നു നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.